ഇന്ന് നമ്മൾ നല്ലൊരു കണ്ണൂർ സ്പെഷ്യലായിട്ടൊരു സ്നാക്കായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു മസാല ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഞാൻ വലിയ ഒരു സവാള, പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് ഇഞ്ചിയുടെ പകുതി അളവിൽ മാത്രം വെളുത്തുള്ളി എടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ 2 പച്ചമുളക്, കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാടങ്ങ് വയലേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഏകദേശം 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1 ടീസ്പൂണിലും കൂടുതലായിട്ട് നമ്മൾ ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു പൊടിയുടെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കുകയാണ്. ചെറുതായിട്ട് ഒരു കടിക്കുന്ന രീതിയിൽ സവാളയൊക്കെ ഒന്ന് കടിക്കണം, അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഒരു പാകം. ഒരുപാടങ്ങ് വെന്തിട്ട് ഇങ്ങനെ വഴലേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടൊരു മസാലയാണ്. നമുക്ക് എന്ത് സ്നാക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ടും നല്ലൊരു ടേസ്റ്റുള്ളൊരു മസാല തന്നെയാണ്. ഇനി ഞാനൊരു ബൗളിൽ കുറച്ച് മൈദ, ഇത്തിരി വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് ഇങ്ങനെ ഒരു പേസ്റ്റ് പോലെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് സൈഡൊന്നും ഇങ്ങനെ ഒട്ടിക്കാനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ സൈഡൊന്നും ഇതുപോലെ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചപ്പാത്തി റോളറൊക്കെ വെച്ചിട്ട് സൈഡ് മാത്രമായിട്ട് 4 സൈഡൊന്നും ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം കൈ കൊണ്ടൊക്കെ പ്രസ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് ഇതിനകത്തൊരു ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഞാനിത് 2 മുട്ട പുഴുങ്ങിയിട്ട് ഇങ്ങനെ പകുതിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ബ്രെഡിൻ്റെ നടുക്കായിട്ട് കുറച്ച് മസാല ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ പുഴുങ്ങിയ മുട്ട ഒരു പീസ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ ഞാൻ കുറച്ചും കൂടെ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങ് ഇടണ്ട, കാരണം ബ്രെഡും കൂടെ വെച്ചിട്ട് നമുക്ക് കവർ ചെയ്തിട്ട് ഒരു ബോക്സ് ഉണ്ടാക്കി എടുക്കാനുള്ളതാണ്. ഇനി അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ നേരത്തെ മൈദയുടെ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് സൈഡിലൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കുറേശ്ശെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു മേലെ ഒരു ബ്രെഡും കൂടെ വെച്ചിട്ട് ഞാൻ സൈഡൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു മൈദ പേസ്റ്റ് വെച്ചിട്ട് സൈഡൊക്കെ നന്നായിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ മസാല കുറച്ച് അധികമായിരുന്നു തോന്നുന്നുണ്ട്, മേലെ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് പൊട്ടുന്നുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല, നമ്മളിത്തിരി ആ ഒരു മൈദ പേസ്റ്റ് ജസ്റ്റ് ഒന്നിങ്ങനെ അവിടെ ആക്കി കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതാ 4 സൈഡും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ട് നല്ലൊരു ബോക്സ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് പാനിലിട്ടിട്ട് ജസ്റ്റ് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റിനായിട്ട് ഞാനിതാ ഒരു മുട്ടയിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പാല് ചേർക്കുമ്പോൾ ഈ ബ്രെഡൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും. പിന്നെ മുട്ട അധികം എടുക്കേണ്ട ആവശ്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 മുട്ട എടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താലും മതി. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ബ്രെഡ് ജസ്റ്റ് ഒന്ന് ആ ഒരു മുട്ടയിൽ മുക്കിയിട്ട് നമ്മളിത് അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരുപാട് സമയം ആ ഒരു ബ്രെഡ് മുട്ടയിൽ വെക്കരുത്, അപ്പോൾ മുട്ട ഫുള്ളായിട്ട് അത് കുടിക്കും. ജസ്റ്റ് ഒന്നിങ്ങനെ ആ ഒരു ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിതാ തിരിച്ച് മറിച്ചിട്ടിട്ട് നമ്മൾ സാധാരണ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്യുന്ന പോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു ബ്രെഡ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ. നമ്മളിങ്ങനെ ആ ഒരു മസാല തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമ്മൾ മുട്ടയിലൊക്കെ മുക്കിയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യും കൂടെ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിങ്ങനെ പകുതിയാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ഭംഗിയാണ്. ആ ഒരു മുട്ട പപ്സൊക്കെ പോലെ നല്ല രസമായിട്ടുള്ള റെസിപ്പി തന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മൾ വലിയൊരു സവാളയും അതുപോലെ 2 മുട്ട, ഒരു 5-6 പീസ് ബ്രെഡൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ നമുക്ക് ഇഫ്താറിനും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്.